അന്നടുത്ത വാർത്തയോടുള്ള വളരെ ലഘുവായിട്ടുള്ള പ്രതികരണമാണ് കാർട്ടൂൺ. ഡൽഹിയിൽ വെച്ച് തീൻമൂർത്തി ഭവനിൽ പ്രൈം മിനിസ്റ്ററെ കാണാൻ സമയം ചോദിച്ചു. ലക്ഷ്മൺ തീൻമൂർത്തി ഭവനിൽ ചെന്ന് പണ്ഡിറ്റ്ജിയെ കാണാൻ 5 മിനിറ്റാണ് സമയം കൊടുത്തത്. 1 മണിക്കൂർ നേരം നെഹ്റു സംസാരിക്കുകയും താഴെ ഇറങ്ങി വന്ന് കാറിൽ കയറ്റി വിടുകയും ചെയ്തു. ഇന്ത്യയിൽ ഏത് എഡിറ്റർ ഉപയോഗിക്കുന്നതിനേക്കാളും നന്നായിട്ട് ആദ്യമായിട്ട് കാർട്ടൂണുകൾ ഉപയോഗിച്ച് തുടങ്ങിയത്. കാർട്ടൂണിൻ്റെ ശക്തി ഗാന്ധിക്ക് ശരിക്കും മനസ്സിലായിരുന്നു. അതുപോലെ ബാബറി മസ്ജിദ് പൊളിച്ച സമയത്താണ് ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുള്ള ശരിക്കൊരു ഗോൾഡൻ ഫേസ് ഓഫ് ഇന്ത്യൻ കാർട്ടൂണിന് എൻ്റെ തൊഴിലനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ട്രോളുകളിലൊക്കെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല, വളരെ ഷാർപ്പായിട്ടുള്ള പൊളിറ്റിക്കൽ കമൻസ് കിട്ടും. അതിൻ്റെ ഒരു ദൃശ്യരൂപമാണ് കാർട്ടൂൺ. കാർട്ടൂണിൻ്റെ ശക്തി ചലനമല്ല, നിശ്ചലതയാണ്. നമുക്ക് മറക്കാൻ പാടില്ലാത്തൊരു നിമിഷത്തെ തറപ്പിച്ച് നിർത്തിയാണ് കാർട്ടൂൺ വർക്ക് ചെയ്തത്, അത് ചലിപ്പിച്ചിട്ടല്ല. ഇപ്പോൾ കലാപകലുഷിതമായ കാലം എന്ന് നമുക്ക് അനുഭവം കൊണ്ട് പറയാമെങ്കിലും നമ്മൾ വാർത്താ കാർട്ടൂണുകൾ വരയ്ക്കുന്ന ഒരാൾക്ക് ആ കാലം ശരിക്കും റിപ്പോർട്ട് ചെയ്യപ്പെടണം. പത്രങ്ങളിൽ ശരിക്കും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ കൃത്യമായിട്ട് വരികയോ അതിനെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുകയോ പൊതുസമൂഹത്തിൽ അത്തരം ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയൊക്കെ വേണം. അപ്പോഴേ അത് കാർട്ടൂൺ അതിൽ സഫലമാവുകയുള്ളൂ. കാരണം കാർട്ടൂൺ ഒരു പ്രൈമറി ന്യൂസ് ആക്ടിവിറ്റി അല്ല, അതൊരു സെക്കൻഡറിയോ മറ്റോ ആണ്. കാരണം ഒരു കാര്യം നടന്നു കഴിയുകയും അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് ഏതാണ്ടൊരു ചർച്ച ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഒരു കാർട്ടൂണിൻ്റെ പ്രസക്തി. അതൊരു വാർത്തയുടെ ഒന്നും ഒരു സബ്സ്റ്റിറ്റ്യൂട്ടല്ല കാർട്ടൂൺ. അപ്പോൾ കലാപകലുഷിതമാണ് കാലം എങ്കിലും അത് ചർച്ച ചെയ്യപ്പെടാനുള്ളൊരു എഡിറ്റോറിയൽ സ്പേസ് പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ ഉണ്ടാകുമ്പോഴാണ് കാർട്ടൂൺ സഫലമാകുന്നത്, അതിന് മുമ്പുണ്ടാവില്ല. പ്രതിഷേധത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്ന് പറഞ്ഞു. പ്രതിഷേധകല തന്നെയാണ് കാർട്ടൂൺ. കാർട്ടൂൺ വിയോജിപ്പിൻ്റെയും വിമത വീക്ഷണങ്ങളുടെയും പ്രതിഷേധത്തിൻ്റെയും കല തന്നെയാണ്, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ അത് ഒരു പ്രതിഷേധ രാഷ്ട്രീയം തുടങ്ങി വയ്ക്കാൻ ഒരു കാർട്ടൂണിസ്റ്റിനാവില്ല. അതിനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകണം, അതിൻ്റെ ഒരു അവബോധം ഉണ്ടാകണം. അങ്ങനെയുള്ള സമയത്ത് മാത്രമേ കാർട്ടൂൺ കലയായിട്ട് വരുള്ളൂ. ഇതൊരു പോസ്റ്റർ ആർട്ടായിരുന്നു. കാർട്ടൂണിൻ്റെ ചരിത്രം നോക്കിയാൽ ഇത് ചുമരുകളിൽ നിന്നും ചുമരെഴുത്തുകളിൽ നിന്നും പോസ്റ്റർ ആർട്ടിൽ നിന്നും പത്രങ്ങളിലേക്ക് സംക്രമിച്ച ഒരു കലാരൂപമാണ്. പോസ്റ്റർ ആർട്ട് ആയിരുന്ന കാലത്ത് അത് ശരിക്കും പ്രതിഷേധ ഏകപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു. രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തായിരുന്നു. പത്രപ്രവർത്തനത്തിനകത്ത് വരുമ്പോൾ അതിന് ചില നീക്കുപോക്കുകളും ചില ചട്ടവട്ടങ്ങളും ഉണ്ടാവുമല്ലോ. പത്രപ്രവർത്തനത്തിൻ്റെ മര്യാദകൾ, ഒരു എഡിറ്റോറിയൽ നോംസൊക്കെ ഫോളോ ചെയ്യുന്നൊരു പത്രപ്രവർത്തന രീതിയായിട്ടത് മാറി. അപ്പോൾ നല്ല കാർട്ടൂണുകൾ ഉണ്ടാകുന്നത് ഈ പ്രതിഷേധ രാഷ്ട്രീയം ഉണ്ടാവുകയും പ്രതിഷേധ രാഷ്ട്രീയത്തിന് തന്നെ ഒരു സ്പേസ് ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഇപ്പോൾ നടക്കുന്നത്, ഇപ്പോൾ വളരെ കഴിഞ്ഞൊരു 9-10 കൊല്ലത്തോളമായിട്ട് പ്രതിഷേധ രാഷ്ട്രീയത്തിനോ നമുക്ക് അംഗീകരിക്കപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും വേണ്ടത്ര സ്പേസ് കുറക്കാലമായിട്ടില്ല, ഉണർവുമില്ല. ആ സമയത്ത് കാർട്ടൂൺ മാത്രമായിട്ടൊരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം നിർവഹിക്കാൻ പറ്റില്ല. അതൊന്ന്. 2, പ്രതിപക്ഷത്തിൻ്റെയും പ്രതിപക്ഷമാണ് കാർട്ടൂൺ. ഇപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളെ ഒക്കെ അന്ധമായിട്ട് പാടിപ്പോഴ്ത്താൻ കാർട്ടൂണിസ്റ്റിനെ കൊണ്ട് പറ്റില്ല ഏകപക്ഷീയമായിട്ട്. അങ്ങനെയുള്ള അർഹതയുള്ള പ്രതിപക്ഷ പാർട്ടികളൊന്നും ഇന്ത്യയിലില്ല. താനും കാർട്ടൂണിസ്റ്റുകളോട് പോലും നന്നായിട്ട് എല്ലായ്പ്പോഴും മാന്യമായിട്ട് പെരുമാറിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാർട്ടൂണിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. വിയോജിപ്പിനോടും അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് വിമത രാഷ്ട്രീയം ഇഷ്ടമല്ല, അഭിപ്രായ അനൈക്യം ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കാർട്ടൂണിസ്റ്റിന് അങ്ങനെയൊന്നും ഒരു ജാഗരൂകരായിരിക്കാനേ കാർട്ടൂണിസ്റ്റിന് പറ്റുള്ളൂ. ശക്തമായിട്ട് പ്രതികരിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബാബറി മസ്ജിദ് പൊളിച്ച സമയത്താണ് ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുള്ള ശരിക്കൊരു ഗോൾഡൻ ഫേസ് ഓഫ് ഇന്ത്യൻ കാർട്ടൂണിന് എൻ്റെ തൊഴിലനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് 92 ഡിസംബറിന് ശേഷം 93 ജനുവരി മുതൽ ആ കൊല്ലത്ത് നടന്ന ഇന്ത്യയിലെ കാർട്ടൂണുകൾ, അതായത് വിവിധ സംസ്ഥാനങ്ങൾ വിവിധ ഭാഷകളിലൊക്കെ ഉണ്ടായിട്ടുള്ള കാർട്ടൂണുകളുടെ വെച്ചൊരു പേജ് അന്ന് ഇക്കണോമിക് ടൈംസിൻ്റെ ആർട്ട് എഡിറ്ററായിരുന്നു സദാനന്ദ് ചെയ്തു. 93 അവസാനം. ആ പേജിന് സദാനന്ദ് കൊടുത്ത ടൈറ്റിൽ വെൻ ദ ലൈൻ ഓവർടുക്ക് ദ വേർഡ് എന്നാണ്. ആ വർഷത്തെക്കുറിച്ച് സദാനന്ദിൻ്റെ വിലയിരുത്തലായിരുന്നു. വരകൾ വാക്കുകളെ മറികടന്ന വർഷം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ ഉണ്ടാകാൻ കാരണം ആ കാർട്ടൂണിസ്റ്റുകൾ മുഴുവൻ വരച്ചിരുന്ന ഓരോ പത്രത്തിലും പൊതുസമൂഹത്തിലും ഈ പള്ളി പൊളിച്ചതിനെക്കുറിച്ചുണ്ടായിരുന്ന
അമർഷവും പ്രതിഷേധവും പ്രകാശിപ്പിക്കാനുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതൊന്നും കാർട്ടൂണിസ്റ്റിന് സ്വന്തം നിലയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റി. അങ്ങനെ പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമാണ് ആ ഒരു വർഷത്തിൽ നമ്മൾ കണ്ട കാർട്ടൂണിൻ്റെ ഗുണം. ഇത് വിദേശത്തൊക്കെ ഈ പത്രപ്രവർത്തനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലൊക്കെ ചില നിയമങ്ങളുണ്ട്. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് തന്നെ ഫസ്റ്റ് അമെൻമെൻറ്റൊക്കെ ഉണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ആ സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയിൽ പലപ്പോഴും ഈ സ്വാതന്ത്ര്യം ഏറിയും കുറഞ്ഞും ഒക്കെ കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് കാർട്ടൂണിസ്റ്റിന് ഇതുപോലെയൊക്കെ പ്രവർത്തിക്കാൻ എന്നും പറ്റേണ്ടതാണ് ഇന്ത്യൻ കാർട്ടൂണിസ്റ്റിന്. അതിന് കഴിവുള്ള ഒരുപാട് കാർട്ടൂണിസ്റ്റുകൾ ഇന്ത്യയിൽ വിവിധ ഭാഷകളിലുണ്ട്, മലയാളത്തിലുമുണ്ട്. പക്ഷെ അത് നടക്കാതിരിക്കുന്നു നമുക്ക് തോന്നുന്നത് കൊണ്ടാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഇവിടെ ആദ്യമായിട്ട് നമ്മൾ സെൻസർഷിപ്പ് സ്വതന്ത്ര ഇന്ത്യയിലുണ്ടായ കാലമാണ്. അപ്പോൾ അത്ര ശക്തമായ സൃഷ്ടികൾ ഉണ്ടായിട്ടില്ല. പക്ഷേ അടിയന്തരാവസ്ഥയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസിഡൻറ്റിനെ കൊണ്ടുവന്ന് ഒരു കാർട്ടൂണിൽ ആദ്യമായിട്ടല്ല, പക്ഷേ ആദ്യമായി പൊതുവെ വളരെ അപൂർവമായിട്ട് രാഷ്ട്രപതിയെ കാർട്ടൂണിൽ നമ്മൾ ചിത്രീകരിക്കാറുള്ളൂ. അങ്ങനെ ചെയ്തൊരു കാർട്ടൂൺ അബുവിൻ്റെ കാർട്ടൂൺ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജൂൺ 26, 1975 ഡിസംബർ മാസത്തിൽ. അപ്പോൾ അടിയന്തരാവസ്ഥയുടെ രൂക്ഷത ശരിക്കും നിലനിന്നിരുന്ന കാലത്ത്, സെൻസർഷിപ്പൊക്കെ ഉള്ള കാലത്ത് പോലും അബുവിൻ്റെ ഒരു കാർട്ടൂൺ സെൻസർ പാസ്സാക്കി. അതെങ്ങനെ പാസ്സാക്കിയെന്ന് നമുക്കറിയില്ല. അത് ഒരു ബാർട്ടബിൽ കിടന്നുകൊണ്ട് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഓർഡിനൻസസ് ഒപ്പിടുന്ന ഒരു കാർട്ടൂണായിരുന്നു. അതിശക്തമായ കാർട്ടൂണാണ്, ഒരു ഐക്കോണിക് കാർട്ടൂണാണ്. ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കാറുമുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ചില അത്ഭുതങ്ങൾ അങ്ങ് നടന്നു ഒഴിച്ചാൽ അടിയന്തരാവസ്ഥ കാലത്ത് വളരെ ഒരു അർദ്ധശൂന്യമായ രീതിയിലുള്ളൊരു സെൻസർഷിപ്പാണ് ഇവിടെ നടന്നിരുന്നതെന്നും കൂടി നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരു ചട്ടവട്ടങ്ങളൊന്നും ഇല്ലാതെ ഇത്തരം ഒരു കാർട്ടൂൺ പാസ്സാക്കിയും അബു തന്നെ വരച്ച കുറച്ചുകൂടി മയത്തിലുള്ള കാർട്ടൂണുകൾ, രാഷ്ട്രീയ കാർട്ടൂണുകൾ അവർ എന്ത് കാരണം കൊണ്ടാണോ അവർ തടഞ്ഞു വയ്ക്കുക. ആർ.കെ. ലക്ഷ്മൺ വരച്ച മിക്കവാറും എല്ലാ കാർട്ടൂണും അവർ തടഞ്ഞു. അങ്ങനെയൊക്കെ ഒട്ടും ഒരു വ്യവസ്ഥയില്ലാതെ പെരുമാറുന്ന ഒരു സെൻസർഷിപ്പും കൂടിയായിരുന്നു. അങ്ങനെയും കൂടി ആകുമ്പോൾ വളരെ വളരെ ദുഷ്കരമാകും വരയ്ക്കുന്ന ഒരാൾക്ക്. അങ്ങനെ ഒരു കാലത്തുകൂടിയാണ് അന്ന് കടന്നുപോയത്. ആ കാലത്ത് കാർട്ടൂണുകൾ, നല്ല കാർട്ടൂണുകൾ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അല്ല, അത് നെഹ്റു ചെയ്തത് നല്ലതാണ്. നെഹ്റുവിനെ കുറിച്ചിപ്പോൾ ആർ.കെ. ലക്ഷ്മൺ എഴുതിയിട്ടുണ്ട്. ആർ.കെ. ലക്ഷ്മൺ വളരെ ചെറുപ്പമായിരുന്നു. ഇപ്പോൾ ശങ്കറിനേക്കാളും ചെറുപ്പമാണല്ലോ ലക്ഷ്മൺ, ഏതാണ്ട് അടുത്ത തലമുറ എന്ന് വേണമെങ്കിൽ പറയാം. ഡൽഹിയിൽ വെച്ച് തീൻമൂർത്തി ഭവനിൽ പ്രൈം മിനിസ്റ്ററെ കാണാൻ സമയം ചോദിച്ചു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ കാർട്ടൂണിസ്റ്റാണ്, ബോംബെയിൽ നിന്ന് വന്നു പോകുന്ന ആളാണ്. പാർലമെൻറ്റ് സെഷനൊക്കെ ഉള്ളപ്പോൾ ഡൽഹിക്ക് വരും. അപ്പോൾ വന്ന ലക്ഷ്മൺ തീൻമൂർത്തി ഭവനിൽ ചെന്ന് പണ്ഡിറ്റ്ജിയെ കാണാൻ 5 മിനിറ്റാണ് സമയം കൊടുത്തത്. 1 മണിക്കൂർ നേരം നെഹ്റു സംസാരിക്കുകയും താഴെ ഇറങ്ങി വന്ന് കാറിൽ കയറ്റി വിടുകയും ചെയ്തു. അതായത് നെഹ്റുവിനെ പോലൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഇത്തരം ഒരു മാധ്യമത്തോടുള്ള മതിപ്പും അതിൻ്റെ മൂല്യം എന്താണെന്നുള്ള ശരിയായ തിരിച്ചറിയലുമാണ്. നെഹ്റുവിനേക്കാളും നന്നായിട്ട് ഇതുപോലെ കാർട്ടൂണിനോട് പ്രതികരിക്കുകയും കാർട്ടൂൺ ഉപയോഗിക്കുകയും ചെയ്തൊരു എഡിറ്ററായിരുന്നു മഹാത്മാഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മനുഷ്യൻ ജോഹന്നസ്ബർഗിൽ നടത്തിയിരുന്നൊരു പത്രത്തിലാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏത് എഡിറ്റർ ഉപയോഗിക്കുന്നതിനേക്കാളും നന്നായിട്ട് ആദ്യമായിട്ട് കാർട്ടൂണുകൾ ഉപയോഗിച്ച് തുടങ്ങിയത്. കാർട്ടൂണിൻ്റെ ശക്തി ഗാന്ധിക്ക് ശരിക്കും മനസ്സിലായിരുന്നു. കാരണം ഗാന്ധിജി അതേ ഒരു അടവ് കാർട്ടൂണിൽ ഗാന്ധിജി കണ്ടിരുന്നു. ഒരു കൊളോണിയലായിട്ടുള്ളൊരു ബ്രിട്ടീഷ് സംവിധാനത്തെ ബ്രിട്ടനിൽ തന്നെയുള്ള ലിബറൽ സ്ട്രീം, അവരുടെ മതമടക്കം, ബൈബിൾ അടക്കം ഉപയോഗിച്ച് ചെറുക്കുക എന്നുള്ള, അങ്ങനെ കാർട്ടൂണിസ്റ്റുകൾ കാണിച്ചിരുന്ന, ബ്രിട്ടീഷ് കാർട്ടൂണിസ്റ്റുകൾ തന്നെ കാണിച്ചിരുന്ന പുരോഗമനാത്മകമായ ആശയങ്ങളോട് ഗാന്ധിജി വെച്ച് പുലർത്തിയിരുന്ന ഒരു മതിപ്പ് ആ കാർട്ടൂണുകൾ ഉപയോഗിക്കുന്നതിൽ ഗാന്ധിജി കാണിച്ചിരുന്നു. വളരെ വലുതായിട്ടൊക്കെ അച്ചടിക്കുമായിരുന്നു. അപ്പോൾ ഗാന്ധിജി അന്ന് ആ തലമുറയിൽ, ഇന്ത്യയിൽ ആദ്യം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ, സ്വാതന്ത്ര്യം നേടിയ ആ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഫ്രീ പ്രസ് എന്ന് പറയുന്നത്, പത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന മൂല്യമായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ തന്നെ, ഭരണഘടനയുടെയൊക്കെ. അതുകൊണ്ടാണ് അതിന് പ്രത്യേകിച്ച് വേറൊരു വ്യവസ്ഥ ചെയ്യാതിരുന്നത്. നമുക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലേ ഉള്ളൂ, ഫ്രീ സ്പീച്ചേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പത്രസ്വാതന്ത്ര്യം വരുന്നത്. അത് വേറിട്ട് പറയാതിരുന്നത് അങ്ങനെ അതിനൊരു ഭീഷണി ഉണ്ടാവുകയില്ല ഇവിടുത്തെ രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്ന് അവർക്ക് അങ്ങനെ വിശ്വസിച്ചിരുന്നുകൊണ്ടായിരിക്കണം ആ കാലം. പക്ഷേ ആ കാലം തുടരണം എന്ന് വിചാരിച്ചാൽ വ്യക്തികൾ വഴി അങ്ങനൊരു തുടർച്ചയുണ്ടാകുന്നത് ഇപ്പോൾ ഉണ്ടാക്കിയാൽ നല്ല EMSന് ഇഷ്ടമായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന പല രാഷ്ട്രീയക്കാർക്കും ഇഷ്ടമായിരുന്നു.
കാർട്ടൂണിസ്റ്റുകളെ ഇഷ്ടമായിരുന്നു. പക്ഷേ അത് വ്യക്തികൾ വഴി തുടരേണ്ട ഒരു കാര്യമല്ല. അതൊരു സ്ഥാപനവൽക്കരണം വഴി തുടരേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോ കാർട്ടൂണിസ്റ്റുകളെ ഇഷ്ടമാണ്, കാർട്ടൂണുകളെ ഇഷ്ടമാണ്, അവർ വിളിച്ച് ചായ തരും എന്നുകൊണ്ട് മാത്രം കാർട്ടൂണിന് നല്ല കാലമാണെന്ന് പറയേണ്ട ഒരു അവസ്ഥ വരുന്നത് കഷ്ടമാണ്. അങ്ങനെയൊന്നും അല്ല അത് സംഭവിക്കേണ്ടത്. ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ വേണം ഇതൊക്കെ സ്വീകരിക്കപ്പെടേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. സംഘർഷ് വീക്കിൽ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് വരച്ചയക്കുകയും അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അത് സ്ഥിരമായിട്ട് ഞാൻ വരച്ചു തുടങ്ങി. ഇടയ്ക്ക് സ്ഥിരമായിട്ടൊക്കെ അത് ഞാൻ 72-73 എന്നെ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത്. പിന്നെ അടുപ്പിച്ചൊക്കെ വല്ലപ്പോഴും അയച്ചു കൊടുക്കുന്ന കാർട്ടൂൺ അവരിടുമായിരുന്നു. ഏതാണ്ട് അതിനൊരു തുടർച്ചയൊക്കെ വന്ന കാലമാകുമ്പോഴത്തേക്കും അടിയന്തരാവസ്ഥ വന്നു. പിന്നെ വരയ്ക്കാൻ പറ്റാതായി. ശങ്കേഴ്സ് വീക്ക്ലി സെപ്റ്റംബറിൽ ആണ് അവസാനത്തെ ലക്കം വന്നത്. ജൂണിൽ അടിയന്തരാവസ്ഥ, സെപ്റ്റംബറിൽ അവസാനത്തെ ലക്കം. പിന്നെ അവരൊരു സോവനിയർ പബ്ലിഷ് ചെയ്തിട്ട് അവർ നിർത്തി. അടിയന്തരാവസ്ഥയുടെ ഏറ്റവും വലിയ ഒരു ദുരന്തമായിട്ട് ഞങ്ങളൊക്കെ കാണുന്നത് ശങ്കേഴ്സ് വീക്ക്ലി അടച്ചുപൂട്ടിയതാണ്. അങ്ങനൊരു ദേശീയ തലത്തിലൊരു പൊളിറ്റിക്കൽ സറ്റയർ മാഗസിൻ പിന്നെ ഇന്ത്യയിൽ ഉണ്ടായിട്ടേ ഇല്ല. ഈ കേരളത്തിൽ നിന്ന് ഒരുപാട് കാർട്ടൂണിസ്റ്റുകൾ അന്ന് ഡൽഹിയിലാണ് രാഷ്ട്രീയ തലസ്ഥാനം എന്നുള്ളതുകൊണ്ട് ഡൽഹിയിൽ ചെന്ന് വലിയ കാർട്ടൂണിസ്റ്റുകളായിട്ടുണ്ട്. ബോംബെയിലുണ്ട്. രവീന്ദ്രനാഥൊക്കെ ലിഡ്സിൽ വരച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ചൊരു കാര്യം അബുവിനോടൊക്കെ ചോദിക്കുമ്പോൾ അബു പറഞ്ഞ കാരണം, തമാശയായിട്ട് പറയുമ്പോൾ ഒരുപാട് പേര് മത്സ്യാഹാരമൊക്കെ കഴിക്കുന്നുണ്ട്, മത്സ്യം കഴിച്ചാൽ ബുദ്ധി മസ്തിഷ്കത്തിന് നല്ലതാണെന്നൊക്കെ ചില തമാശ രൂപത്തിൽ പറയുമെങ്കിൽ സീരിയസ് ആയിട്ട് പറയുന്നൊരു കാര്യം ഇവിടുത്തെ തൊഴിലില്ലായ്മയും രാഷ്ട്രീയ സാക്ഷരതയും അതൊരു വല്ലാത്ത കോമ്പിനേഷനാണല്ലോ കേരളത്തിൽ. അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ ചർച്ചകൾ നടക്കും എല്ലായിടത്തും, പ്രത്യേകിച്ച് ചായക്കടകളിലുമൊക്കെ നടക്കും. ആൾക്കാർ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ പത്രവായന, പത്രവാർത്തകൾ ചർച്ച ചെയ്യപ്പെടുക, അങ്ങനെ ഒരു രാഷ്ട്രീയ ചർച്ചയുടെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതിൽ വളർന്നു വരുന്ന ആൾക്കാരിൽ പലരും പറയുന്ന കാർട്ടൂണുകളുണ്ട്. ഇപ്പോഴും നമുക്ക് കാണാം. നമ്മൾ ചിലർ സംസാരിക്കുന്നതിന് ഒരു വാച്യമായ കാർട്ടൂണുകൾ എന്ന് പറയാവുന്ന രീതിയിൽ ആക്ഷേപഹാസ്യ ട്രോളുകളിലൊക്കെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. വളരെ ഷാർപ്പായിട്ടുള്ള പൊളിറ്റിക്കൽ കമൻസ് കിട്ടും. അതിൻ്റെ ഒരു ദൃശ്യരൂപമാണ് കാർട്ടൂൺ. അപ്പോൾ കുറച്ച് വരയ്ക്കാൻ അറിയുകയും വളരെ നന്നായിട്ട് വരയ്ക്കാൻ അറിയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാർട്ടൂണിസ്റ്റായി പോകുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെയൊക്കെ സംഭവിക്കുന്നതായിരിക്കും. അതിനൊരു പ്രത്യേകിച്ചൊരു തിയറി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ കേരളം മാത്രമല്ല, കേരളത്തിലെ കാർട്ടൂണിൻ്റെ ശരിയായ പ്രസക്തി കേരളത്തിലെ പത്രങ്ങൾ, കേരളത്തിലുള്ള മലയാള പത്രങ്ങളിൽ കാർട്ടൂൺ ഉപയോഗിക്കുന്നതാണ്. ഇത്രയും സാന്ദ്രതയോടുകൂടി കാർട്ടൂൺ ഒരു ഭാഷാ സമൂഹത്തിലും ലോകത്തുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. യൂറോപ്പിൽ പോലും ഇല്ല. യൂറോപ്പിലായിരുന്നു പണ്ടുണ്ടായിരുന്നത്, അമേരിക്കയിലൊക്കെ. അവിടെ ഇല്ല. കാരണം കേരളത്തിലൊരു പത്രത്തിൻ്റെ 1-ാം പേജ് തുറന്നാൽ മാസ്റ്റേഡ് കണ്ടിട്ടല്ല നമ്മൾ ഏത് പത്രമാണെന്ന് അറിയുന്നത്, കാർട്ടൂൺ കണ്ടിട്ടാണ്. ഇന്ന കാർട്ടൂൺ കണ്ടാൽ ആ പത്രം ഏതാണെന്ന് നമുക്കറിയാൻ പറ്റും, ഒരു കുട്ടിക്ക് പോലും. അപ്പോൾ ആ നിലയ്ക്ക് ഒന്നിലേറെയോ കാർട്ടൂണിസ്റ്റുകളെ നിയമിക്കുകയും അവരുടെ വർക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പത്രപ്രവർത്തന പാരമ്പര്യം ഇപ്പോൾ ലോകത്ത് കേരളത്തിനെ പോലെ വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്ത്, സംസ്ഥാനത്തോ ഭാഷാ പ്രദേശത്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് കേരളത്തിലെ പ്രസക്തി. പിന്നെ ഡൽഹിയിൽ മാത്രമല്ല, ഇപ്പോൾ ദേശീയ കാർട്ടൂൺ എന്ന് പറഞ്ഞ് പണ്ട് ഡൽഹിയായിരുന്നു. ഇപ്പോൾ എവിടെ ഇരുന്നും വരയ്ക്കാം. സതീഷ് ആചാര്യയൊക്കെ വരയ്ക്കുന്നത് കുന്താപ്പൂരിരുന്നാണ്. അപ്പോൾ പണ്ട് ഡൽഹിക്കുണ്ടായിരുന്ന ആ ഒരു ദേശീയ തലസ്ഥാനം, ദേശീയ കാർട്ടൂണിൻ്റെ തലസ്ഥാനം എന്നൊക്കെയുള്ള സ്ഥാനമൊക്കെ ഇന്ന് പോയി. അപ്പോൾ അത് ഡൽഹിയിലുള്ള കാർട്ടൂണിസ്റ്റുകളുടെ കണക്കെടുത്തിട്ട് മലയാളിക്ക് ഇനി ഒരു 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 അതിൻ്റെ മുകളിലൊരു വലിയ അഭിമാനം തോന്നേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് അടിയന്തരാവസ്ഥക്കാലത്ത് കുറച്ച് ഗോപ്യമായിട്ട് വരയ്ക്കാൻ വേണ്ടി വിജയം വരച്ചതാണ്. ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്ന് പറഞ്ഞത് അടിയന്തരാവസ്ഥക്കാലത്ത് ഒന്ന് മറച്ച് പറയേണ്ട ആവശ്യം, ഗോപ്യമായിട്ട് രാഷ്ട്രീയം പറയാൻ വേണ്ടി വിജയൻ അടിസ്ഥാനപരമായിട്ട് വിജയൻ ഒരു 101% രാഷ്ട്രീയ ജീവിയാണ്. അപ്പോൾ അത് ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്ന് വരും ഒരു ഫുൾ പേജിൽ കലാകൗമുദിയിൽ വരച്ചു. അടിയന്തരാവസ്ഥ കഴിഞ്ഞ പാടെ അത് നിർത്തി സ്റ്റേറ്റ്സ്മെൻറ്റിൽ പോയിട്ട് പഴയ രാഷ്ട്രീയ കാർട്ടൂൺ തന്നെ തുടരുകയും ചെയ്തു. അപ്പോൾ ഒരു രാഷ്ട്രീയ കാർട്ടൂണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം തത്വചിന്താപരമായ കാർട്ടൂൺ, അങ്ങനൊരു കാർട്ടൂൺ ഇല്ല. രാഷ്ട്രീയ കാർട്ടൂണിസ്റ്റുകൾ തന്നെയായിരുന്നു ഇവരൊക്കെ. പിന്നെ ഈ വാർത്ത, സാമൂഹിക കാര്യങ്ങളോട് പ്രതികരിക്കുന്ന ല്യൂനിഗിനെ പോലെയുള്ള ചില ഓസ്ട്രേലിയൻ കാർട്ടൂണിസ്റ്റിൽ ഇങ്ങനെ പ്രകടമായിട്ടുള്ള തത്വചിന്താപരമായ ചില കാര്യങ്ങൾ കാണാം. അത് അങ്ങനെ
ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ ഇവിടെയും അവിടെയും ഇവിടെയൊക്കെ കാണുമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ധാര കാർട്ടൂൺ ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ധാരയില്ല അങ്ങനെയുള്ള ഫിലോസോഫിക്കൽ കാർട്ടൂൺസിൻ്റെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. അല്ല, അത് ഒരു വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് സാധ്യമായെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും സാധ്യമാകണമല്ലോ. കാരണം അവർ ഇപ്പോൾ ചാപ്ലിൻ ആയിക്കോട്ടെ ഡേവിഡ് ലോ ആയിക്കോട്ടെ അവരൊക്കെ സ്വതന്ത്ര പത്രപ്രവർത്തനം നടത്താൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിൽ ഒക്കെ ജീവിക്കുകയാണ് അല്ലെങ്കിൽ അമേരിക്കയിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിറ്റ്ലർ നിങ്ങളുടെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ഒന്നും അല്ലാത്തതുകൊണ്ട് അയാളെ എതിർത്ത് വരയ്ക്കാം. അതുപോലും സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഡേവിഡ് ലോയിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സർക്കാർ ഹിറ്റ്ലർക്ക് അനുകൂലമായിരുന്നു പല കാലത്തും. ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ടല്ല ഈ കാർട്ടൂൺ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന പോലെ ഡേവിഡ് ലോ വരച്ച കാർട്ടൂണെല്ലാം ഒരു ദിവസം വരച്ചല്ലോ. 1927-28 മുതൽ 39 യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് വരെ ഡേവിഡ് ലോ പറഞ്ഞത് കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഉള്ള ഒരു യോജിപ്പ് പോലും ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനുണ്ടായിരുന്നില്ല. ഡേവിഡ് ലോ കണ്ടതുപോലെ ദീർഘദൃഷ്ടിയോടുകൂടി ഒരു സാധനവും കാണാൻ അവിടുത്തെ ഡേവിഡ് ലോയേക്കാൾ വലിയ പ്രതിഭകളുള്ള ഒരുപാട് സർക്കാർ ജീവനക്കാരും അക്കാഡമിക് പണ്ഡിതന്മാരുള്ള സ്ഥലമാണ് ബ്രിട്ടൻ. അവർക്കൊന്നും ഉണ്ടായില്ല. വളരെ ചുരുക്കം ആൾക്കാർക്കുണ്ടായിരുന്നു, ചില വായനക്കാർക്കുണ്ട്. വായനക്കാരിൽ തന്നെ വലിയ വിഭാഗങ്ങൾ ഡേവിഡ് ലോ വെറുതെ പെരുപ്പിച്ച് കാണുന്ന ഒരു അപകടമാണ് ഹിറ്റ്ലറെന്നും ഹിറ്റ്ലർ ഇത്തിരി എന്തൊക്കെയോ ചില ഒരു എടുത്തുചാട്ടമൊക്കെ ഉള്ളൊരു സ്വേച്ഛാധിപത്യ പ്രവണതയൊക്കെ ഉള്ളൊരു ഒരാളാണ്. നമ്മളെയൊന്നും ഇയാളുടെ നയവും ഇയാളുടെ രാഷ്ട്രീയമൊന്നും ബ്രിട്ടനെ ഒന്നും ബാധിക്കില്ല എന്നൊക്കെ വിചാരിച്ച ഒരുപാട് പേര് ബ്രിട്ടനിലുണ്ടായിരുന്നു. അതൊക്കെ എന്നിട്ട് അതും കൂടി വെച്ചുകൊണ്ടാണ് ഇവർ വരച്ച് മുന്നേറാൻ സാധിച്ചത്. അവിടെ ഒരു സ്വാതന്ത്ര്യ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നുകൊണ്ടാണ്, പാരമ്പര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ്. ചാപ്ലിന് അത് തന്നെയാണ് പറ്റിയത്. പക്ഷേ ചാപ്ലിൻ്റെ കാര്യത്തിൽ ഇതെല്ലാം കഴിഞ്ഞ് സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ പടിഞ്ഞാറ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞിട്ട് മെക്കാർത്തിസത്തിൻ്റെ ഇരയായിട്ട് ചാപ്ലിന് അമേരിക്കയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാർട്ടൂണിസ്റ്റിന് എല്ലാ കാലത്തും സത്യം പറഞ്ഞാൽ കാർട്ടൂണിസ്റ്റോ മറ്റേ ചാപ്ലിനോ ഒക്കെ ആഘോഷിക്കപ്പെടേണ്ടതാണ് അവർ ചെയ്ത്. അങ്ങനെയല്ല സംഭവിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ കാലത്തും ചിരിയോ പ്രതിഷേധമോ ഒക്കെ കൊണ്ടു നടക്കുന്ന കലാകാരന്മാർ എല്ലാ കാലത്തും ഭരണകൂടത്തിൻ്റെ കണ്ണിൽ അവർക്ക് ഭരണകൂടം സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് വേണം നമുക്ക് പറയാൻ. അത് ശരിയാണ്. ഇപ്പോൾ കാലാതിവർത്തിയാണോ ഒന്നും സങ്കല്പിച്ചല്ല വരയ്ക്കുന്നത്. അന്നന്നടുത്ത വാർത്തയോടുള്ള വളരെ ലഘുവായിട്ടുള്ള പ്രതികരണമാണ് കാർട്ടൂൺ. അതിനപ്പുറം ഒന്നും അന്ന് കാർട്ടൂണിസ്റ്റ് ലക്ഷ്യമിടുന്നില്ല കാർട്ടൂണിൽ. പക്ഷേ അത് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേക ഒരു പോക്കുണ്ടല്ലോ, അതിൻ്റെ ഒരു ഗതി, രാഷ്ട്രീയത്തിൻ്റെ ഗതി ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ ഇതേ സാഹചര്യം വീണ്ടും ആവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ പഴയ കാർട്ടൂൺ പ്രസക്തമാകും. പ്രത്യേകിച്ച് അതിപ്പോൾ ഇൻ്റർനെറ്റ് വന്നതോടുകൂടിയിട്ട് ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇൻ്റർനെറ്റ് വന്നാൽ ആർക്കൈവ്സിൽ മുഴുവൻ ഇൻ്റർനെറ്റ് തന്നെ ഒരു ആർക്കൈവാണ്, ഒരു സംഘടിതമല്ലാത്തൊരു ആർക്കൈവാണ് ഇൻ്റർനെറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് അവിടുന്ന് ഇവിടുന്നൊക്കെ പഴയ കാർട്ടൂണുകൾ കണ്ടെടുത്ത ആൾക്കാർ ഇന്നത്തെ സാഹചര്യത്തിന് യോജിച്ച രീതിയിൽ അവർ ട്വീറ്റ് ചെയ്യുകയോ ഫേസ്ബുക്കിലിടുകയോ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ 60 കൊല്ലം മുമ്പ് ലക്ഷ്മൺ വരച്ച ഒരു കാർട്ടൂൺ ഇപ്പോൾ സാഹചര്യമായിട്ട് ഒത്തിണങ്ങിയതുപോലെ തോന്നും. പോലീസുകാരുടെ പെരുമാറ്റത്തിനെ കുറിച്ച് വരച്ച കാർട്ടൂണായിരിക്കാം, ഒരിക്കലും വർക്ക് ചെയ്യാത്ത ടെലിഫോണിനെ കുറിച്ചായിരിക്കാം, പ്രളയത്തെക്കുറിച്ചായിരിക്കാം, പ്രളയ ബാധിതർക്ക് കൊടുക്കുന്ന ആശ്വാസത്തെക്കുറിച്ചായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ചായിരിക്കാം, കക്ഷിമാറ്റത്തെക്കുറിച്ച്, അങ്ങനെ സ്ഥിരമായിട്ട് ആവർത്തിച്ച് നമ്മുടെ രാഷ്ട്രീയത്തിൽ വരുന്ന പല സാഹചര്യങ്ങളോടും സാമ്യമുള്ള പഴയ കാർട്ടൂണുകൾ നമുക്കിപ്പോൾ വീണ്ടെടുത്ത് പ്രസിദ്ധീകരിക്കാനുള്ളൊരു അവസരം കിട്ടുന്നുണ്ട്. അതൊരു രസകരമായൊരു സാധ്യതയാണ്. പിന്നെ യുദ്ധകാല കാർട്ടൂണുകൾ, യുദ്ധങ്ങളിപ്പോൾ ഒരു യുദ്ധകാല കാർട്ടൂൺ കാരണം ആ കാർട്ടൂണിസ്റ്റിൻ്റെ ജോലി പോയ ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുമുണ്ട്. അപ്പം അങ്ങനെ പല ഈ ചരിത്രത്തിൽ ഈ പബ്ലിക് മെമ്മറി ഷോർട്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, അത് ഇപ്പം ശരിയല്ല. ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം എന്നാണ് എൻ്റെ വിശ്വാസം. അത്ര പൊതുജനത്തിൻ്റെ ഓർമ്മ അത്ര കുറഞ്ഞു പോവില്ല ഇപ്പോഴെന്ന് എനിക്ക് തോന്നുന്നു. അത് ചില ഓർമ്മപ്പെടുത്തലുകൾ ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെയും കൂടി സഹായത്തോടെ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പഴയ കാർട്ടൂണുകളൊക്കെ ആവർത്തിച്ച് പുനരവതരണമൊക്കെ നടത്തുന്നത്.
അതിപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് ഇണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത് ഒരുപക്ഷെ രാഷ്ട്രീയക്കാരുടെ കണ്ണിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അതൊരു പരാജയമായിട്ട് വേണം കാണാൻ. കാരണം മുമ്പത്തെ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നാണല്ലോ ഇത് കാണിക്കുന്നത്. ഇന്നത്തെ കാർട്ടൂണിസ്റ്റ് പോലും വേണ്ട, പഴയൊരു കാർട്ടൂണിസ്റ്റിൻ്റെ കാർട്ടൂൺ കൊണ്ട് ഇന്നത്തെ ഒരു നയപരിപാടിയെയോ ഒരു എതിർക്കപ്പെടുന്നു. അവർ ആനുകാലികമായ ഒരു സ്പേസിൽ എന്ന് പറയുമ്പോൾ പഴയ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊരു സന്ദേശം രാഷ്ട്രീയക്കാരന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് സാങ്കേതിക വിദ്യ കൊണ്ട് പ്രസക്തമാണ്. ഇപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻ്റർനെറ്റ് കൊണ്ട് പഴയ കാർട്ടൂണുകൾ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്നത് തന്നെ നല്ല കാര്യമാണ്. പിന്നെ ഒരു കാർട്ടൂണും വെബിൽ കയറിക്കഴിഞ്ഞാൽ, പണ്ടൊക്കെ കാർട്ടൂണിസ്റ്റ് പോയാൽ കാർട്ടൂണുകളുടെ പഴയ പതിപ്പ് അന്വേഷിച്ച് നമുക്ക് നടക്കണം, പഴയ ലൈബ്രറികളിൽ പോകണം, ഫിസിക്കൽ ആർക്കൈവിങ്ങളുടെ അടുത്ത് കാർട്ടൂണുകൾ നിൽക്കുള്ളായിരുന്നു. ഇപ്പം എങ്ങനെയെങ്കിലും നെറ്റിലത് ഉണ്ടാവും ആരെങ്കിലുമൊക്കെ. അപ്പോൾ വെബ് സ്പേസ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു വലിയ കാര്യം കാർട്ടൂൺ ആർക്കൈവുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കാർട്ടൂണിസ്റ്റുകളുടെ പേര് വലിയ ചിലവില്ലാതെ അത് ലോകമൊട്ടുക്ക് ആക്സസ് ചെയ്യാനും പറ്റും. അതൊക്കെ വലിയ സാങ്കേതിക സാധ്യതകളാണ്. പിന്നെ വരയ്ക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പാഡുകളൊക്കെ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് അത് കടലാസിൽ വരയ്ക്കുന്ന അതേ ഗുണമോ അതിലേറെ ഗുണമോ കിട്ടുന്നതാണ് എൻ്റെ അഭിപ്രായം. ടെക്നോളജി കാർട്ടൂണിങ്ങിനെ ഒരു പല തലങ്ങളിൽ സ്വീകാര്യമാക്കിയിട്ടുണ്ട്. ടെക്നോളജിയുടെ സ്പീഡ്, പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള വിദ്യകൾ, നമ്മൾ കമ്മ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ഒരു വാർത്ത ബ്രേക്ക് ചെയ്താൽ വരയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ തന്നിട്ടുണ്ടെന്ന് മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റിയെ ഒരു തരത്തിലും മോശമാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു പ്രോബ്ലമാണ്. കാർട്ടൂണിൻ്റെ ശക്തി ചലനമല്ല, നിശ്ചലതയാണ്. കാർട്ടൂൺ സ്റ്റൺസ് യു ബൈ നമുക്ക് മറക്കാൻ പാടില്ലാത്തൊരു നിമിഷത്തെ തറപ്പിച്ച് നിർത്തിയാണ് കാർട്ടൂൺ വർക്ക് ചെയ്തത്. അത് ചലിപ്പിച്ചിട്ടല്ല, ചലനത്തിനെതിരാണ് കാർട്ടൂൺ. അല്ല, ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഏതാണ്ട് എല്ലാ കാർട്ടൂണിസ്റ്റുകളും ജന്മന എതിരികളായതുകൊണ്ട് എത്ര ഭരണം മാറിയാലും ഒരു നല്ല കാർട്ടൂണിസ്റ്റെ ഭരിക്കുന്ന അധികാരം കൈകാര്യം ചെയ്യുന്ന ഒരാൾക്കെതിരെ ആയിരിക്കണം ഒരു കാർട്ടൂൺ നിൽക്കേണ്ടത്. അങ്ങനെ തന്നെയാണ്. അത് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അതാണ് അതിൻ്റെ ധർമ്മം. ഞാൻ ഏതെങ്കിലും ഒരു കക്ഷിയുടെ ഭാഗമാണെന്നുണ്ടെങ്കിൽ ആ കക്ഷിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ പോലും ഒരു ഉയർന്ന ജനാധിപത്യ ബോധമുള്ളൊരു സംസ്കാരത്തിൽ, രാഷ്ട്രീയ സംസ്കാരത്തിൽ ആ കക്ഷിയുടെ അകത്തും വിമർശനങ്ങളുണ്ടാവുമല്ലോ. ആ കക്ഷിയുടെ നയപരിപാടികൾ ഉണ്ടാകുമ്പോഴും ഏറ്റവും നല്ല വിമർശനം കക്ഷിയുടെ അകത്ത് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വിമർശനത്തിൻ്റെ സ്പേസെങ്കിലും ഈ കാർട്ടൂണിസ്റ്റിനും ഉണ്ടാവില്ലേ? അതുപയോഗിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചില തത്വങ്ങളുടെയൊക്കെ പേരിലായിരിക്കുമല്ലോ ഒരു കാർട്ടൂണിസ്റ്റ് ഒരു കക്ഷിയെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെ നമ്മൾ പിന്തുണയ്ക്കുന്നത്. ചില സാധ്യതകളുടെ പേരിലോ ചില നിലപാടുകളുടെ പേരിലോ ഒക്കെ ആയിരിക്കുമല്ലോ. അതല്ലാതെ ആ കക്ഷിയിലുള്ള എല്ലാവരും ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മയ്ക്കും കാർട്ടൂണിസ്റ്റ് കൂട്ടു നിൽക്കുക, ഇതൊന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ കാർട്ടൂൺ ബലിക്കില്ല, അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഞാൻ 70കളിൽ ക്യാമ്പസിലുണ്ടായിരുന്ന ഒരാളാണ്. കേരളത്തിലെ 70കളിലെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഈ വിയറ്റ്നാമൊക്കെ കത്തി നിൽക്കുന്ന കാലമാണ്. വളരെ അത് സർക്കാർ കോളേജിൽ, ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ, ഒരു സർക്കാർ കോളേജിൽ 70കളിലെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പകുതി പഠനം അനൗപചാരിക വിദ്യാഭ്യാസമായിരിക്കും. നിങ്ങൾ പഠിക്കാൻ ചേർന്ന കോഴ്സിനേക്കാളും നിങ്ങൾ കൂടുതൽ പഠിക്കുന്നത് രാഷ്ട്രീയം തന്നെയായിരിക്കും. അങ്ങനത്തെ അന്തരീക്ഷത്തിൽ വന്നാൽ ഞങ്ങളെല്ലാവരും രാഷ്ട്രീയത്തിൽ ആഭിമുഖ്യമുള്ളവരായിരുന്നു, എൻ്റെ സഹപാഠികളെല്ലാവരും. അതിൽ വരയ്ക്കാൻ നന്നായിട്ട് അറിയുന്നവർ നല്ല ചിത്രകാരന്മാരെ, വരയ്ക്കാൻ നന്നായിട്ട് അറിയാത്ത ഞാൻ കാർട്ടൂണിസ്റ്റായി, എഴുതാൻ അറിയുന്നവർ എഴുതി. അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണത്. അതിന് പ്രത്യേകിച്ചൊരു പദ്ധതിയൊന്നും അന്നൊക്കെ അതൊരു കരിയറായിട്ടൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ അന്ന് ശങ്കേഴ്സ് വീക്ക്ലി ഉണ്ടായിരുന്നു. ശങ്കേഴ്സ് വീക്ക്ലിക്ക് ആർക്ക് വേണമെങ്കിലും കാർട്ടൂൺ അയച്ചു കൊടുക്കാമായിരുന്നു. എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അവരടിക്കും. ഒരു 2-3 തവണ തുടർച്ചയായിട്ട് കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചാൽ ശങ്കർ പറഞ്ഞിട്ട് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മാനേജറുണ്ട്, അദ്ദേഹം നമുക്കൊരു എഴുത്തെഴുതും. അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇന്ന പേന, ഇന്ന മഷി, ഈ കാരിക്കേച്ചർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു സൂചനകളൊക്കെ തന്ന്, ഒരു മാർഗ്ഗനിർദ്ദേശമൊക്കെ തന്നൊരു ഊഷ്മളമായൊരു കത്ത് ശങ്കറിൻ്റെ നിന്ന് കിട്ടും. അത്രയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വര തുടരാൻ തോന്നും. തുടർന്നിട്ട് വിജയിക്കുന്നില്ലെങ്കിൽ അത് ഉപേക്ഷിക്കാനും തോന്നും. ഇങ്ങനെയൊക്കെയാണ്. ധാരാളമുണ്ട്. അന്ന് കാർട്ടൂൺ പഠനം നടക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട കാർട്ടൂണുകൾ കണ്ടുകൊണ്ടാണ്.
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂണിസ്റ്റ് അന്നും ഇന്നും ഒക്കെ അരവിന്ദനാണ്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. അത് കാർട്ടൂണിൻ്റെ ഇന്നും നമ്മൾ തേടി എടുക്കേണ്ട സാധ്യതകൾ അരവിന്ദൻ ചെയ്ത കാർട്ടൂണിലുണ്ടായിരുന്നു. ഇന്ന് ലോകത്തെല്ലായിടത്തും നറേറ്റീവ് കോമിക്സിൽ ചെയ്യുന്ന പല കാര്യങ്ങൾ യാതൊരു പ്രകടനപരിധിയില്ലാതെ ശബ്ദം പോലും ഉണ്ടാക്കാതെ ആ മനുഷ്യൻ നമുക്ക് ചെയ്തു തന്നിട്ട് പോയിട്ടുണ്ട്. അസാമാന്യ ഉൾക്കാഴ്ചകളും അസാമാന്യ ഒരു സാന്ത്വനമൊക്കെ ഒരു വലിയ കാർട്ടൂണിസ്റ്റാണ്. ഒരു വലിയ കഥകൾ പറയാൻ ഈ കാർട്ടൂണിന് പറ്റുമെന്നും ഈ മാധ്യമത്തിന് പറ്റുമെന്ന് കാണിച്ച ഒരാളാണ്. രാഷ്ട്രീയ കാർട്ടൂണുകൾ കേരളത്തിൽ ഉണ്ടാകുന്നതിൽ അത്ഭുതമൊന്നുമില്ല. നല്ല കാർട്ടൂണിസ്റ്റുകൾ, ഉത്തമ കാർട്ടൂണിസ്റ്റുകൾ അന്നും ഇന്നും ഒക്കെ ഉണ്ട്. വിജയനെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. വിജയനെ അബുവിനെയും കണ്ടാണ് ഞാൻ വളർന്നത്. കാരണം അന്ന് അബു എബ്രാഹിമിൻ്റെ കാർട്ടൂൺ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ സൗത്തിൽ കിട്ടുന്ന 2 ഇംഗ്ലീഷ് പത്രങ്ങൾ ഇതാണ്, ഇന്ത്യൻ എക്സ്പ്രസ്സും ഹിന്ദുവും. അബുവിൻ്റെ കാർട്ടൂൺ 6 ദിവസവും പോക്കറ്റ് കാർട്ടൂൺ വരും, ഇടയ്ക്ക് ഈ വലിയ കാർട്ടൂൺ വരും. വിജയൻ്റെ കാർട്ടൂണുകൾ ഇംഗ്ലീഷിൽ ഹിന്ദുവിലും മലയാളത്തിലും മാതൃഭൂമിയിലും വരുമായിരുന്നു. ഒരേ സമയത്ത് 2 ഭാഷകളിൽ ഒരാൾ വരയ്ക്കുന്നു. കാർട്ടൂണിൻ്റെ ഒരു നല്ല ഉജ്ജ്വല കാലമായിരുന്നു. അത്തരം കാർട്ടൂണുകൾ കണ്ട് വളർന്നുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അവരെയൊക്കെ ഇഷ്ടമാണ്. അരവിന്ദനെ ഇഷ്ടമാണ്. രജീന്ദർ പുരി എന്ന് പറഞ്ഞ് ഒരു കാർട്ടൂണിസ്റ്റിനെ വളരെ ഇഷ്ടമാണ്. പുറത്ത് ഇതുപോലെ അരവിന്ദനെ പോലെ ഇഷ്ടമുള്ളൊരു കാർട്ടൂണിസ്റ്റ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഏതാണ്ട് 90കളിലായി ജൂലിസ് ഫൈഫർ എന്ന് പറഞ്ഞൊരു കാർട്ടൂണിസ്റ്റ് ഉണ്ട്. ഇതുപോലെ സീക്വൻഷ്യൽ കാർട്ടൂണുകളാണ് വരയ്ക്കുന്നത്. അത് ഗംഭീര കാർട്ടൂണിസ്റ്റായിരുന്നു.